ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പൈത്തൺ ഡിജാങ്കോൻ്റെ ഡാറ്റാബേസ്, അതായത് MySQL ആയിട്ട് എങ്ങനെ ഇത് കോൺഫിഗറേഷൻ ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മളതിൽ മോഡൽസ്, അതായത് മോഡൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾസ് എങ്ങനെ അതിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അകത്തെ settings.py എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് കാണും, അവിടെ OSൻ്റെ ഒരു എറർ കാണും. അപ്പോൾ OS എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ താഴെ നമുക്ക് ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഡാറ്റാബേസിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, MySQL ലൈക്ക് 3 ഡീഫോൾട്ടായിട്ട് വരുന്നതാണ്. അത് മാറ്റിയിട്ട് എന്തായി കൊടുക്കണം, MySQL ആയി കൊടുക്കുക. പിന്നെ ഡാറ്റാബേസിൻ്റെ പേര്, നമ്മൾ ഏത് ഡാറ്റാബേസാണോ യൂസ് ചെയ്യുന്ന ആ ഡാറ്റാബേസിൻ്റെ പേര്, പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മളതിൻ്റെ പോർട്ട് നമ്പർ, ഹോസ്റ്റ് ലോക്കൽ ഹോസ്റ്റ് കൊടുക്കും. പോർട്ട് നമ്പർ 3306 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് വരുന്ന പോർട്ട് നമ്പറാണ്. പിന്നെ നമ്മൾ യൂസർ നമുക്ക് എന്താ റൂട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പാസ്വേഡും, അപ്പോൾ എൻ്റെ MySQL എന്താണോ അതിൻ്റെ പാസ്വേഡ് അവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡാറ്റാബേസ് കോൺഫിഗറേഷന് വേണ്ടിയിട്ട് നമ്മുടെ സെറ്റിങ്സിൻ്റെ അകത്ത് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ MySQL യോഗമാണ് നമ്മൾ ഡാറ്റാബേസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തതിൻ്റെ sample_orm എന്നുള്ള ഡാറ്റാബേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഡാറ്റാബേസിനകത്ത് ടേബിൾസ് ഒന്നുമില്ല. ഇനി എന്ത് ചെയ്യാം, ഇനി നമ്മുടെ models.py എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഓരോ ക്ലാസ്സസായിട്ട്, ആ models.pyൻ്റെ അകത്ത് നമ്മൾ ഓരോ ക്ലാസ്സസായിട്ടാവും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ യൂസർ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ അതൊരു ക്ലാസ് ആയിരിക്കും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഓരോരോ ക്ലാസ്സസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കണ്ടില്ലേ, ഫ്രം django.db import models. അപ്പോൾ ആ മോഡൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മോഡൽസിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡാറ്റ ടൈപ്സും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യുന്നത് ഈ മോഡൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാക്കേജിൻ്റെ അകത്തുനിന്നായിരിക്കും. നമ്മുടെ യൂസർ എന്ന് പറഞ്ഞിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്തു, models.model. എന്നിട്ട് എന്ത് ചെയ്തു, ആ ക്ലാസ്സിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് നമ്മൾ ടേബിളിൻ്റെ ഫീൽഡ്സ് കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് കൊടുത്തു, നെയിം. ഇപ്പോൾ ഈ ക്യാർ ഫീൽഡ് എന്നുള്ളത് നമ്മുടെ വാർക്കാറിന് സെയിം ആയിട്ടുള്ളതാണ്. ക്യാർ ഫീൽഡിന് മാത്രം നമ്മൾ എന്ത് ചെയ്യും, മാക്സ് ലെങ്ത് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, കോണ്ടാക്റ്റ് കൊടുക്കും. കോണ്ടാക്റ്റ് എന്താണ്, അവിടെ ഇൻറ്റീജറാണ്. അതുകൊണ്ട് നമ്മൾ 10 ഡിജിറ്റ്സ് വരുന്നതുകൊണ്ട് നമ്മളതിന് ബിഗ് ഇൻറ്റീജർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പാണ് നമ്മളിവിടെ കൊടുക്കുക. അപ്പോൾ models.big integer. അപ്പോൾ മോഡൽസിന് നമ്മൾ എന്ത് ചെയ്യുന്ന ഈ ഡാറ്റ ടൈപ്സൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത്. യൂസറിൻ്റെ ഇത്രയും കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തു. ഇനി നമുക്ക് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ആ ഫീഡ്ബാക്കിൻ്റെ അകത്ത് നമ്മുടെ യൂസറിനെ ഒരു ഫോറിൻ കീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി കൊടുക്കുക യൂസർ = models.foreign key. എന്നിട്ട് എന്ത് കൊടുക്കുക, ആ ടേബിൾ ഏത് ടേബിളിൽ നിന്നാണോ നമ്മൾ ആ പ്രൈമറി കീ ഫോറിൻ കീ എടുക്കുന്നത് ആ ടേബിളിൻ്റെ റെഫറൻസ്, അതായത് നമ്മുടെ user_table ആ ടേബിളിൻ്റെ പേര് കൊടുക്കുക, കോമ ഓൺ ഡിലീറ്റ്. അപ്പോൾ ഓൺ ഡിലീറ്റ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു പ്രൈമറി കീ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഫോറിൻ കീയിൽ വരുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഓൺ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൊടുക്കുന്നത്. പിന്നെ ഫീഡ്ബാക്ക് കൊടുത്തു. അതുപോലെ തന്നെ ഡേറ്റ് നമ്മൾ ഡേറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്തു ഇവിടെ, ഒന്ന് യൂസറും അതുപോലെ തന്നെ ഒന്ന് ഫീഡ്ബാക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടെർമിനലിൽ പോയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ MySQLൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത MySQL യോഗിൻ്റെ അകത്തേക്ക് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത മോഡൽസിനെ എന്ത് ചെയ്യണം, മൈഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് പൈത്തൺ manage.py make migrations. അപ്പോൾ മൈഗ്രേഷൻ ഫയൽ അവിടെ ക്രിയേറ്റ് ആവും. ഈ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവും. ഇനി അതിന് ശേഷം എന്ത് കൊടുക്കും, പൈത്തൺ manage.py മൈഗ്രേറ്റ് എന്ന് മാത്രം കൊടുക്കും. ആ സമയത്ത് എന്താവും, അവരുടെ ഡാറ്റാബേസിൻ്റെ അകത്തേക്ക് ആ ടേബിൾ 2 മൈഗ്രേറ്റ് ആവും. അതായത് ഇവിടെ എത്ര ക്ലാസ്സസ് കൊടുത്തോ അത്രയും ടേബിൾസ് ആയിട്ട് എന്താവും അവിടെ മൈഗ്രേറ്റ് ആവും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ യൂസ് ചെയ്ത് നമ്മളിപ്പോൾ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ച 2 ടേബിൾസ് ഇപ്പോൾ നമുക്ക് കിട്ടിയതൊക്കെ ഫീഡ്ബാക്ക്, അതുപോലെ തന്നെ യൂസറും.